നീ ഇവിടെ എന്തെടുക്ക? നിന്നോടാ ഞാൻ ചോദിക്കുന്നേ, നീ ഇവിടെ എന്ത് ചെയ്യാണെന്ന്. ഈ സമയത്ത് ചേട്ടനോട് എന്ത് ചെയ്യാ? നിന്റെ ഒരു ചേച്ചി ഉണ്ടല്ലോ, മായക്കാരി. അവളെ തേടി വന്നതാ ഞാൻ. പെട്ടെന്നോ എവിടുന്ന് പ്രത്യക്ഷയായി, അതുപോലെ തന്നെ അപ്രത്യക്ഷയുമായി. നിന്റെ ചേച്ചി എന്താ മായാവിയാ? എന്നുവെച്ചാൽ എന്നുവെച്ചാ മായാജാലം വല്ലതും പഠിച്ചിട്ടുണ്ടോന്ന്? അതൊന്നും എനിക്കറിയില്ല. എനിക്കൊരു സഹായം ചെയ്തു തരുമോ? ഏയ്, ഞാനിവിടെ ടെൻഷനിലിരിക്കുമ്പോഴാ നിന്നെ സഹായിക്കുന്നത്. ദയവ് ചെയ്ത് എന്നെ സഹായിക്കു ചേട്ടാ. ശരി പറയ്. എന്റെ മുത്തശ്ശിക്ക് ഒട്ടും സുഖമില്ല. എനിക്കെന്നെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോണം. നീ പൊക്കോ, അതിനെന്തിനാ എന്റെ പെർമിഷൻ? എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോവോ? ഞാനോ? എന്നെ കൊണ്ടങ്ങ് വയ്യ, എനിക്കൊരു ഇമ്പോർട്ടന്റ് ജോലി ചെയ്യാനുണ്ട്. നീ പോ നോക്ക്. ഇല്ല, എനിക്കിപ്പോ പോയേ പറ്റൂ ചേട്ടാ. ആ കൊള്ളാലോ, നിനക്ക് പോണമെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും കൂട്ടി പോണം. ഞാനെന്തിനാ വരുന്നേ? അമ്മയും അച്ഛനും നേരത്തെ അങ്ങ് പോയി. ശരി വിട്ടേക്ക്, അവരിങ്ങ് വന്നോളൂ. പക്ഷെ എനിക്ക് മുത്തശ്ശിയെ കാണണമല്ലോ. ഏയ് മല്ലി, നിനക്കെന്താടി ഭ്രാന്ത് പിടിച്ചിരിക്ക? അല്ല, മുത്തശ്ശിക്ക് സുഖമില്ലെന്ന് പറയുന്നു, അമ്മയും അച്ഛനും അങ്ങോട്ട് പോയിന്നും പറഞ്ഞു. പിന്നെന്താ നീ അവരോടൊപ്പം പോവാതിരുന്നേ? അവരെന്താ നിന്നെ കൊണ്ടുപോകാതിരുന്നത്? എന്താടി ആലോചിക്കുന്നേ? നിന്നെ കണ്ടാൽ തന്നെ അറിയാം എന്തോ കുഴപ്പമുണ്ടെന്ന്. ഈ സമയത്ത് നിനക്ക് എന്താ ഇവിടെ കാര്യം? നിന്റെ ഉദ്ദേശം എന്താ? ദേ നോക്ക്, വെറുതെ വായി തോന്നുന്നതൊന്നും പറയരുത്. കൂട്ടിക്കൊണ്ട് പോവാൻ പറ്റുമോ ഇല്ലേന്ന് പറയേ. എനിക്ക് പറ്റില്ല. ശരി പോട്ടെ, ചേച്ചി അമ്പലത്തിലേക്ക് വരുമ്പോ ഞാൻ പറയാം. ഒരു ചെറിയ സഹായം പോലും ചെയ്തില്ല, ഇനി ആ ചേട്ടനോട് സംസാരിക്കരുതെന്ന് പറയാം. ഏയ് മല്ലി മല്ലി, സോറി. നീ എന്നെ ബ്ലാക്ക് മെയിൽ ഒന്നും ചെയ്യണ്ട. നിനക്ക് എങ്ങോട്ടാ പോവേണ്ടത് അത് പറയേ. സ്ഥലത്തിന് പേരൊന്നുമില്ലേ? ചുമ്മാതെ ഇങ്ങനെ കൈ ചൂണ്ടി കാണിച്ച് എങ്ങനെയാ? ഞാൻ പറയാം, ചേട്ടനെ കൂട്ടിക്കൊണ്ട് പോ. ശരി, വാ, കൊണ്ടുപോവാ നിന്നെ. വാടി, നമുക്ക് പോവാന്ന്. ഞാൻ വരാം, ചേട്ടൻ നടക്ക്. എന്നാ കൈ പിടിക്ക്. കൈയൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ വരാം, ചേട്ടൻ നടക്ക്. ഓഹോ, അത് കൊള്ളാലോ. നീ എന്നാടി വലിയ ആളായി പോയത്? നീ ആമ്പിള്ളാരുടെ കൈ പിടിക്കില്ലല്ലേ? എന്താടി കാര്യം? മര്യാദക്ക് എന്നെ കൈ പിടിക്ക്. അനന്യ, അനന്യ. അതെ ഏട്ടാ. ഏട്ടാ, ഏട്ടാ. എന്താ സരോജ, നീ എന്താ പരിഭ്രമിച്ചിരിക്കുന്നേ? അത് പിന്നെ അനന്യെ കാണുന്നില്ല. അനന്യെ കാണുന്നില്ലെന്നോ? ഇവിടെ എവിടെയെങ്കിലും കാണും സരോജ, നോക്ക്. ഇല്ല ഏട്ടാ, വീട് മുഴുവനും നോക്കി, അവൾ ഇവിടെ എങ്ങുമില്ല. എന്നുവെച്ച് വീട്ടിൽ നിന്ന് പോയിന്ന് വിചാരിക്കണ്ട. ആരോടും പറയാതെ വീട് വിട്ടു പോകുന്നൊരു പെൺകുട്ടിയല്ല അവള്. പക്ഷെ എനിക്ക് പേടിയാവുന്നു ഏട്ടാ. അവൾക്ക് വീട് വിട്ടു പോകണമെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടതാ ഏട്ടാ. എന്താണ്? വീട് വിട്ടു പോകുന്നോ? അതെ ഏട്ടാ, അവൾ അതിനെക്കുറിച്ച് സംസാരിച്ചു. അതിനിടയിൽ അവളെ കാണാതായത്. അയ്യോ പാവം, എന്ത് പ്രശ്നത്തിലാണോ എന്തോ. ആ പോയത് പോട്ടെ, അവൾ വന്നതുപോലെ തന്നെ പോയി. എടി, വിവരമുണ്ടോ നിനക്ക്? എന്ത് സംഭവിച്ചാലും നീ എന്തിനാ അത് മറ്റൊരർത്ഥത്തിൽ കാണുന്നേ? അല്ല, അങ്ങനെയാണെങ്കിലും ഇത്രയും നാൾ അവര് കാണിച്ച സ്നേഹത്തിന് കുറച്ചെങ്കിലും വിശ്വസ്തത കാണിച്ചൂടെ? കൊടുത്ത സ്നേഹം അവള് വലതുകാലം കൊണ്ട് ചവിട്ടിത്തേച്ച് പോയിരിക്കുക. അത് തെറ്റല്ലേ? ഏട്ടാ, നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്റെ അനന്യെ വേണം. സരോജ, എനിക്ക് ഉറപ്പാണ് അവൾ അങ്ങനെയൊന്നും വീട് വിട്ടു പോവില്ല. ഇവിടെ എവിടെയെങ്കിലും പോയതായിരിക്കും. അവളിങ്ങ് എത്തിക്കോളും. ഏയ്, ഇപ്പൊ അതല്ലല്ലോ പ്രധാനം. ആദ്യം പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. അതിന്റെ ആവശ്യമില്ല. വന്നവൾ അതുപോലെ തിരിച്ചുപോയി. ഇനി പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് പോലീസുകാർ ഈ വീട്ടിൽ വന്ന് നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് ബുദ്ധിമുട്ടാകണ്ട. ഒരു നന്ദി പോലും ഇല്ലാത്ത പെണ്ണാണ് അവള്. അവള് പോട്ടെ.
ഇല്ലമ്മേ, ദേവി ഏത് അനന്യെ പറ്റി അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെയൊന്നും ആരോടും പറയാതെ പോകുന്ന പെൺകുട്ടിയല്ല അവള്. എന്തേലും പ്രശ്നം ഉണ്ടാവും, അതായിരിക്കും പുറത്തു പോയത്. ഏട്ടാ, ദേവി ഏത് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കൂ? ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. വിക്രം, നീ ഇപ്പൊ ആരെയും ഫോൺ ചെയ്യാൻ പോകണ്ട. അമ്മയ്ക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവാത്തെ? അനന്യ എനിക്ക് എന്റെ സ്വന്തം മകളെ പോലെയാ. അവളോട് എനിക്ക് വലിയ സ്നേഹമാ. അവളില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. അവളിവിടെ വന്ന ശേഷം ഞാൻ എന്തുമാത്രം സന്തോഷത്തിലാണെന്നറിയോ? സരോജം, ഇതൊക്കെ കൊണ്ട് എന്താ പ്രയോജനം? തന്നെ സ്നേഹിച്ചു കൊണ്ടിരുന്ന വീട്ടുകാരെ തള്ളിക്കളഞ്ഞിട്ട് പോയിരിക്കുന്നു. അവൾ ഏതു തരം പെൺകുട്ടിയായിരിക്കും? ശരി, അവളുടെ സ്വഭാവത്തെ പറ്റി നമുക്ക് അന്വേഷിക്കണ്ട. ആ പെൺകുട്ടിക്ക് മനസാക്ഷിയൊന്നുമില്ലേ? മിണ്ടാതിരിക്കുന്നേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സരോജ? ഇങ്ങനെ ഒരു വീട്ടിൽ നിന്നെപ്പോലൊരു അമ്മയുടെ അടുത്തിരിക്കാൻ അവൾക്ക് ഭാഗ്യമില്ല. എനിക്ക് തന്നെ സങ്കടാവുന്നുണ്ട്. എല്ലാ സൗഭാഗ്യങ്ങളും തന്ന ദൈവം ഒരു കുഞ്ഞിനെയും തരാതിരിക്കില്ല. ദൈവം എന്തായാലും അനുഗ്രഹിക്കും. നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. രാജി, ഇത് കുറച്ച് ഓവറാണ് കേട്ടോ. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയെങ്കിലും ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ ഈ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരരുത്. കണ്ടവരിങ്ങനെ വന്നു കയറി പോകാൻ ഇത് സത്രമൊന്നുമല്ല, ഇത് വീടാ. വിക്രം, നിന്നോട് ഞാനീ പറയുന്നത്. അവളോട് എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. എന്താണെന്നറിയില്ല, അവൾ ഈ വീട്ടിലുണ്ടായിരുന്നപ്പോ ഞാനൊരു അമ്മയല്ലെന്നും അമ്മയാകാനുള്ള കഴിവ് എനിക്കില്ലെന്നുള്ള കുറവും അവൾ അറിയിച്ചിരുന്നില്ല. അവൾ എന്നോട് അധികം സംസാരിച്ചിട്ടില്ലായിരിക്കും, അടുത്തിട്ടില്ലായിരിക്കും. പക്ഷെ എന്റെ ഈ മനസ്സ് അവളുടെ സ്ഥാനം മകൾക്ക് മേലെയാണെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ദൈവം എന്നത് സത്യമാണെങ്കിൽ അവള് തിരിച്ചു വന്നിരിക്കും, ഉറപ്പായിട്ടും വന്നിരിക്കും. എന്താ ചേട്ടാ ഇത്? ശനി ഒഴിവായി എന്ന് സന്തോഷിച്ചിരിക്കുമ്പോ ദൈവം ഉണ്ടെങ്കിൽ ഉറപ്പായി അവൾ ഇവിടെ എത്തുമെന്നാ പറയുന്നേ. ദൈവം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടെന്നേ. എന്നുവെച്ചാ അവള് തിരികെ വരുമെന്നാണ് പറയുന്നേ. നീ പോയി ദൈവത്തിന് മുന്നിൽ ഒരു നെയ്വിളക്ക് കത്തിക്ക്, അവൾ തിരികെ വരാതിരിക്കാൻ വേണ്ടി. പോയി കൊളുത്തടി. എന്റെ കൈ വിട്, എന്റെ കൈ ഒന്ന് വിട് ചേട്ടാ. എന്തു പറ്റി മല്ലി? ഇതുപോലെ എന്റെ കയ്യിൽ ചേട്ടൻ പിടിക്കണ്ട. ശരി മഹാറാണി, വന്ന് വണ്ടി കയറ്. ഞാൻ മുന്നേ ഇരിക്കത്തില്ല, എനിക്ക് പുറകിലിരുന്നാ മതി. അതൊന്നും പറഞ്ഞാ പറ്റില്ല. നിന്നെ കൂട്ടിക്കൊണ്ട് പോണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ മുന്നിൽ വന്നിരിക്കെ. എന്നെ നിർബന്ധിക്കാൻ നിൽക്കണ്ട, എനിക്ക് മുന്നേ ഇരിക്കുന്നത് ഇഷ്ടമല്ല. എടി മല്ലി, നീ മുതലാളിയെ പോലെ പുറകെ ഇരിക്കും, ഞാൻ മുന്നിൽ ഇരുന്ന് ഡ്രൈവറെ പോലെ വണ്ടി ഓടിക്കണം അല്ലേ? ശരി പോട്ടെ, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ചെയ്തേക്കാം. നിന്റെ മായക്കാരി ചേച്ചിക്ക് വേണ്ടി. പറയും മാഡം, നിങ്ങൾക്ക് എങ്ങോട്ടാ പോകേണ്ടത്, എങ്ങനെയാ പോകേണ്ടതെന്നൊക്കെ? ആദ്യം നേരെ പൊക്കോ. അത് പോട്ടെ, മായാജാലക്കാരി ആരെയാ പറഞ്ഞേ? വേറെ ആരെയാ? നിന്റെ ഒരു ചേച്ചിയില്ലേ, അവളെ തന്നെയാ. ഓരോ തവണ എന്റെ മുന്നിൽ വന്നിട്ട് അവള് പറഞ്ഞിട്ടല്ല പോകുന്നത്. ഞാൻ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ അവൾ അങ്ങ് മായായി പോവും.
ഒരുപാട് തവണ ഇങ്ങനെയാ സംഭവിച്ചത്. അതുകൊണ്ട് നിന്റെ ചേച്ചി ഇനി മുതൽ മിസ് മായക്കാരി എന്നാ ഞാൻ വിളിക്കാൻ പോകുന്നത്. ചേച്ചിയെ അനന്യാന്ന് വിളിച്ചാ മതി. ഇങ്ങനെ മായാജാലക്കാരിന്ന് വിളിക്കണ്ട. ഏയ് 2 ദിവസം കൊണ്ട് നീ അവളെ പോലെ സംസാരിക്കാൻ തുടങ്ങിയല്ലേ? എല്ലാം എന്റെ തലവിധി. എങ്ങോട്ട് പോണെന്ന് പറയേ. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ പോ. എടി മല്ലി, നിനക്ക് നിന്റെ ചേച്ചിയോട് പറഞ്ഞൂടെ എനിക്ക് അവളെ എത്രമാത്രം ഇഷ്ടമാണെന്ന്? ഞാൻ അവളെ അന്വേഷിച്ചു പോയാൽ കാണാനേ കഴിയുന്നില്ല. നീയെങ്കിലും അവൾ എവിടെ ഉണ്ടെന്നൊന്ന് പറയേ. എനിക്കതറിയില്ല. ചേച്ചി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. നിന്റെ ചേച്ചി ഇനി എന്നാ അമ്പലത്തിലേക്ക് വരുന്നേ? മല്ലി എന്താ ഒന്നും പറയാത്തത്? നിനക്കെന്താ ഉറക്കം വരിക? മല്ലി, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. നീ ഇങ്ങനെ മിണ്ടാതിരുന്ന എങ്ങനെ ശരിയാവും? ഇപ്പൊ എന്ത് പറയാനാ? അതാ ഇപ്പൊ നന്നായത്. ഞാൻ കുറെ നേരമായിട്ട് നിന്റെ ചേച്ചിയെ പറ്റി ഈ സംസാരിച്ചോണ്ടിരിക്കുന്നേ. അതേപ്പറ്റി പറയാതെ എന്ത് പറയണമെന്ന് ചോദിച്ചാ? അതല്ലേ പറഞ്ഞേ ചേച്ചിയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന്. അന്ന് വന്നവർ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. എനിക്ക് അത്രേ അറിയത്തുള്ളൂ. മല്ലി, ഇനി എത്ര ദൂരം പോണം? ഇവിടെ തന്നെ വലത്തോട്ട് പൊക്കോ. നിന്റെ അമ്മമ്മയുടെ വീട്ടിൽ പോവാൻ ഇത്രയും ദൂരം ഉണ്ടായിരുന്നോ? ഇനി കുറച്ചു ദൂരം കൂടിയേ ഉള്ളൂ. വീട്ടില് നമ്മൾ വേഗം എത്തും. എന്റെ ശത്രു അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ളിൽ എനിക്കും അവിടെ എത്തണം. കാർ ഇടത്തോട്ട് തിരിക്ക്. ശരി. അതെ, നിന്റെ അമ്മമ്മ ഈ കാട്ടിലാണോ താമസിക്കുന്നത്? അതെ. ഇന്നൊരു ശത്രു മരണപ്പെടാൻ പോവുകയാണ്. അവനെ ബലി കൊടുത്തുകൊണ്ട് എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി നൽകണം. അനന്യ തിരിച്ചു വരുമെന്ന് നിനക്കെന്തായാലും നല്ല വിശ്വാസം ഉണ്ടാവുമല്ലോ. പിന്നെന്തിനാ നീ വിഷമിക്കുന്നത് സരോജ? സത്യം പറയുകയാണെങ്കിൽ എനിക്കും ഇപ്പൊ അങ്ങനെ തന്നെ തോന്നുന്നത്. പാവം സരോജ എത്ര പൂജകൾ ചെയ്തു, എന്തൊക്കെ വ്രതങ്ങൾ നോറ്റു. വളരെ ആഗ്രഹിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നതാ. ഒരു കൊച്ചു കുഞ്ഞിന്റെ മനസ്സായിരുന്നു അവക്ക്. ഓട്ടെ സരോജ, നിന്നെ പോലെ ഒരു പെൺകുട്ടി ആഗ്രഹിച്ചത് ദൈവം തരാതിരിക്കുവോ? നീ നോക്ക്, എല്ലാവരും പറയുന്നത് അവൾ എന്തായാലും തിരിച്ചു വരുമെന്നാ. നിന്റെ ഈ കരച്ചിലൊന്ന് നിർത്ത് സരോജ. ഓഹോ, കുഞ്ഞുങ്ങളുടെ പോലത്തെ മനസ്സാണല്ലേ അവൾക്ക്. വേറെ എന്ത് പറയാനാ? ഈ വീടിന് തൊലയ്ക്കാൻ വന്നോളാണെന്ന് അവരുടെ മുന്നിൽ വെച്ച് പറയണമായിരുന്നു. മണ്ടിയാണല്ലോ നീ. എന്തൊക്കെയായിരുന്നാലും അവളീ വീട് വിട്ടു പോയല്ലോ. ഓ, നിങ്ങൾ അവളെ തുറച്ചു നോക്കി അവളോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു. അഥവാ വീട് വിട്ടു പോയില്ല എന്നുണ്ടെങ്കിൽ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പൊ ആ പാവം പെണ്ണ് നിങ്ങളുടെ ഈ ഭാവം കണ്ടു പേടിച്ച് ഈ വീട് വിട്ടു പോയിരിക്കും. അങ്ങനെയല്ലേ? അയ്യോ, ഞാനൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി അപ്പൊ അങ്ങനെ പറഞ്ഞതാ. വിട്ടുകളാ. അത് വെച്ച് വീണ്ടും വീണ്ടും എന്നെ കുറ്റപ്പെടുത്തുക. എനിക്ക് ഒരു ഐഡിയ. എന്താ അത്? നല്ല സമയം. അവിടെ ഏതോ പഠിക്കാനോ ഇടിക്കാനോ പോയിരിക്കുന്നില്ലേ നിന്റെ പുത്രൻ, അവനോട് വരാൻ പറ. ഈ രാത്രി തന്നെ? അതേടി, ഇപ്പൊ തന്നെ നല്ല സമയമാണല്ലോ. അവൾ ഈ വീട്ടിൽ നിന്ന് പോയി ഉറപ്പാക്കിയ ശേഷം അവനോട് വരാൻ പറയാം. എന്തായാലും ഉടനെ അവൻ ഇങ്ങോട്ട് വരണ്ട. അതെന്താ? എന്താന്ന് വെച്ചാ അച്ഛനെ പോലെ മോനും തീരെ ബുദ്ധിയില്ലാന്ന്. ഇവിടെ വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാലോ? അവന് നിങ്ങളുടെ ബുദ്ധിയല്ലേ. അവൻ ശ്രീരാമചന്ദ്രനൊന്നും അല്ലല്ലോ. നിങ്ങളെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. ഒന്ന് നിർത്താവോ? കുറച്ചൊന്ന് വിട്ടു വന്നപ്പോ എന്റെ തലയിൽ തന്നെ ചവിട്ടി കയറുകയാണല്ലേ. അതൊക്കെ പോട്ടെ. ഈ അനന്യ ആരായിരിക്കും? എവിടുന്നാ വന്നത്? അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന് ഇവര് പറഞ്ഞ കഥ സത്യമാണോ? അതോ ഇവരെ
ഇവരെ പറ്റിച്ച് അവൾ ഈ വീട്ടിനകത്ത് കടന്നതാണോ? എനിക്കെന്തോ ചെറിയ സംശയമുണ്ട്. അതേന്നേ, അവള് എല്ലാവരോടും സംസാരിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ചിരിച്ചുകൊണ്ട് ഇടപഴകുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാവർക്കും ഒപ്പം വരുന്ന ആഹാരം കഴിച്ചിട്ടുണ്ടോ? അതുമില്ല. മനുഷ്യർക്കും അവൾക്കും എന്തോ വ്യത്യാസമുണ്ട്. എന്നോട് ചോദിച്ചാൽ അവള് മനുഷ്യനേ അല്ലെന്ന് പറയും. വേറെ എന്താണ്? ഭൂതാണോ? ഇവിടെ ഇപ്പൊ തന്നെ ഒരു ഭൂതം ഉണ്ടല്ലോ. ചുമ്മാ ഇരടി. ഇവള് രാത്രി സമയത്താണ് വീട് വിട്ട് പുറത്തു പോകുന്നത്. പെട്ടെന്ന് മായ പോലെ മാഞ്ഞു പോകും. ഇന്നാണെങ്കിൽ എങ്ങോട്ടാ പോയെന്ന് പോലും കണ്ടില്ല. ഇതെല്ലാം കാണുമ്പോ അവളുടെ മേലൊരു കണ്ണ് വേണമെന്ന് നിനക്ക് തോന്നുന്നില്ലേ? അത് ശരിയാണല്ലോ. ശരിയായിക്കോട്ടെ, സമാധാനം എന്ന നാടകം തുടർന്നേക്കാം. വിക്രം, ഇത്രയും നേരമായിട്ട് അവള് മടങ്ങി വന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കുന്നത് നന്നായിരിക്കും മോനെ. അതിന്റെ ആവശ്യമില്ല. എന്റെ മോൾ എന്തായാലും തിരിച്ചു വരും. ഈ സ്ഥലവും ഈ വഴിയൊക്കെ എനിക്ക് മുൻപരിചയമുള്ള പോലെ തോന്നുകയാണല്ലോ. അതെങ്ങനെ പറ്റും? വേറെ ഒരിടത്തല്ലേ താമസം? നിങ്ങൾ എങ്ങനെയാ ഇത്രയും ദൂരം വരിക? അതങ്ങനെയല്ല മല്ലി. എന്റെ സ്വപ്നത്തിൽ നിന്റെ ചേച്ചി വരാറുണ്ട്. അപ്പൊ ഞാനും അവളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരാറുണ്ട്. നീ ആവശ്യമില്ലാതെ സംസാരിക്കാണ്. എനിക്ക് പെട്ടെന്ന് എത്തണം. എന്തിനാ ലേറ്റ് ആക്കുന്നേ? എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. നിന്റെ ചേച്ചിയുടെ വോയിസ് പോലെ തോന്നി എനിക്ക്. ചേച്ചിയുടെ ശബ്ദമോ? അതിന് ചേച്ചി ഇവിടെ ഇല്ലല്ലോ. അത് നിങ്ങളുടെ തോന്നലായിരിക്കും. തോന്നലായിരിക്കും ചിലപ്പോ. നീ സംസാരിക്കുമ്പോൾ എനിക്ക് അനന്യ സംസാരിക്കുന്ന പോലെ തോന്നുന്നേ. ഞാൻ അവളെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. നിനക്കൊന്ന് പറഞ്ഞൂടെ ഈ പാവ അർജുനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുതെന്ന്? നീ നിന്റെ ചേച്ചിയെ കാണുവാണെങ്കിൽ എന്നെപ്പറ്റി പറയണേ. മല്ലി, 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 നീ എങ്ങോട്ടാ പോയ മല്ലി? മല്ലി, മല്ലി, നീ എവിടെയാണെന്ന്? ആരാ അത്? ഒന്ന് നിന്നേ. ഹലോ,
സ്വപ്നത്തിൽ വന്ന് എന്നെ ശല്യം ചെയ്യുന്ന നാഗരാജാവിനെ കത്തിച്ചു കളഞ്ഞാൽ അദ്ദേഹത്തിന് മോക്ഷം നൽകിയതുപോലെയാകും. എന്നെ ശല്യം ചെയ്യുന്നത് മുഴുവായി കിട്ടും. അത് കഴിഞ്ഞാൽ നാഗമാണിക്യം എനിക്ക് പൂർണ്ണമായും സ്വന്തം. പിന്നെ അതാരും ചോദിക്കില്ല. ഞാനിവിടെയുണ്ട്. എന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരനായ നിന്നെ വിടില്ല ഞാൻ. വാ ഇവിടെ, വാ. നിന്റെ മരണം എന്റെ കൈ കൊണ്ടാ. മുന്നിലേക്ക് വാ, വാ. കാത്തിരിക്കുന്നുണ്ട് നിന്റെ മരണം. ഇല്ല ഏട്ടത്തി, അർജുൻ എവിടെയാണെന്ന് അറിയില്ല. അമ്മ അന്വേഷിക്കാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഞാനും ആകെ മടുത്തിരിക്കുക. എത്ര പറഞ്ഞാലും അവൻ കേക്കില്ല. എന്തെങ്കിലും പറഞ്ഞാ അവൻ കോമഡിയാക്കും. കെട്ടിയിടാൻ അവൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ അല്ലേ? ഞാനും പറഞ്ഞു ആകെ മടുത്തിരിക്കുക. രാവും പകലൊന്നില്ലാതെ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുക. ഞാനിനി അവനോട് എന്ത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടേ? ഇന്നാണെങ്കിൽ അമാവാസിയും. കരൺ, അർജുൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ?